ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ സർക്കാരിനോടാണോ ദേവസ്വം ബോർഡിനോടാണോ ഇപ്പോൾ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്? ഇപ്പോൾ BJP-യിൽ നിന്നടക്കം ഉയരുന്ന ചോദ്യങ്ങൾ, അതേ ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടമാക്കുന്നു എന്ന ചോദ്യത്തിൽ സ്പോൺസർഷിപ്പ് പുറത്തുനിന്ന് എടുക്കണമോ എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുകയാണ്. എന്താണ് ഹൈക്കോടതിയുടെ സന്ദേഹങ്ങൾ? അങ്ങനെയാണ്, നിരവധിയായ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിക്കുന്നത്. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി, പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സർക്കാർ നിലപാടിലും പരിപാടികളിലും ഒപ്പം ഫണ്ടിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ സുതാര്യതയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷകനായ അജീഷ് ഗോപി ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത്. ഇക്കാര്യത്താണ് ഹൈക്കോടതി നിരവധിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ ആദ്യത്തെ ചോദ്യം. ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണ് ഈ പരിപാടി, ആഗോള അയ്യപ്പ സംഗമം എന്നുമാണ് സർക്കാരിന് ഹൈക്കോടതിയിൽ വിശദീകരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ദേവസ്വം ബോർഡിന് മറ്റ് ക്ഷേത്രങ്ങളുണ്ടല്ലോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി അയ്യപ്പ സംഗമവും ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് കോടതി ഉയർത്തിയ മറ്റൊരു ചോദ്യം. സ്വകാര്യ കമ്പനികളിൽ നിന്ന് അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഒപ്പം പരിപാടി നടത്തിപ്പിൽ സുതാര്യതയില്ല എന്ന കാര്യവും കൂടി വിമർശന വിധേയമായി തന്നെ ഹൈക്കോടതി സൂചിപ്പിക്കുകയാണ്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലും വ്യക്തതയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അവധിക്കാല ബെഞ്ച് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിക്കുന്നത്. ഇത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന് സർക്കാർ പറയുന്നു. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നാണ് കോടതി മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത്. പരിപാടിയുടെ കാര്യത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനൊപ്പം VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. അജീഷ് ഗോപി എന്ന അഭിഭാഷകൻ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പരിപാടിയുടെ സാമ്പത്തിക ചെലവുകൾ, ഒപ്പം ഫണ്ട് സമാഹരണം, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ടായി തന്നെ ദേവസ്വം ബോർഡ് അടുത്ത ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോൾ, അവധിക്കാലത്തിന് ശേഷം ഹർജി പരിഗണിക്കുമ്പോൾ മറുപടി നൽകുകയും വേണം.